നമസ്കാരം. ജെപി ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ റിബലുകൾക്കും പറയാനുണ്ട് എന്നൊരു അധ്യായം പങ്കുവച്ചു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെയാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാവുന്നത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രചരണ പരിപാടികളും ഒക്കെ ചർച്ചയാവുമ്പോൾ തന്നെ അവരോടൊപ്പം മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പല കാരണങ്ങളാൽ റിബൽ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഏതാനും മത്സരാർത്ഥികൾ ഉണ്ടാവാറുണ്ട്. അവരിൽ പലരും പല തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ചിലർ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സംഘടനാപരമായ വിയോജിപ്പുകളെ കൊണ്ടോ അതുമല്ലെങ്കിൽ സാമൂഹികമായ ചില പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ റിബൽ സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മുഖ്യധാരാ സ്ഥാനാർത്ഥികളുടെ എതിർ സ്ഥാനാർത്ഥികളായൊക്കെ വരാറുണ്ട്. അത്തരത്തിലുള്ള പ്രമുഖ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്ന സ്ഥാനാർത്ഥികളുമായി അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരമായാണ് റിബലുകൾക്കും പറയാനുണ്ട് എന്നൊരു അധ്യായം നമ്മൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം കബീർ അമ്പാരത്താണ് ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് അദ്ദേഹം എന്തുകൊണ്ട് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചത്. സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇന്ന് 6ാം വാർഡിൽ നിന്നുള്ള ബിന്ദു ബാബുവാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ അതിഥിയായി എത്തുന്നത്. ഇവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും അവരെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത് എന്താണെന്നുള്ളതും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ബിന്ദു ബാബുവിനെ ഈ ഒരു അധ്യായത്തിലേക്ക്. റിബലുകൾക്കും പറയാനുണ്ട് എന്ന ഈ ഒരു അധ്യായത്തിലേക്ക് ബിന്ദു ബാബുവിന് സ്വാഗതം. നമ്മൾ ആദ്യത്തെ ചോദ്യം സ്വാഭാവികമായും എന്തുകൊണ്ട് താങ്കൾ ഒരു റിബൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ്. നേരത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുമൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം സഹകരിച്ചിരുന്ന അതിന്റെ സജീവ പ്രവർത്തകയായിരുന്ന താങ്കൾ എങ്ങനെയാണ് ഒരു റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നത്? ഞാനൊരിക്കലും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ എൻ്റെ നാട്ടിലെ ഒരു പൊതു പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ പ്രതിഷേധമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചിരുന്നത്. പ്രശ്നം നമ്മൾ തൊട്ടടുത്തുള്ളൊരു 119 നമ്പർ അംഗൻവാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമായിരുന്നു. അവിടെ ഒരു ഫാമിലി വെൽനസ് സെൻറ്റർ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു എതിർപ്പ് എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു എന്താ പറയുക, നമ്മുടെ വികസനത്തിനെതിരായിട്ടല്ല ഞങ്ങളത് വന്നിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഭരണാധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുകയും പക്ഷെ അതിനു വേണ്ട യാതൊരു വക നടപടികളും ഭരണാധികാരികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൽ സംഭവം ഈ അംഗൻവാടി കുട്ടികളുടെ കളിസ്ഥലം, അതായത് 5 സെൻറ്റ് സ്ഥലത്തിലുള്ള ഒരു അംഗൻവാടിയായിരുന്നു. അതിൻ്റെ മതിൽ തകർത്തുകൊണ്ടാണ് അവിടെ ഫാമിലി വെൽനസ് സെൻറ്റർ ഇപ്പോൾ നിലവിൽ വരാൻ വേണ്ടിയിട്ട് അവർ ഒരു എന്താ പറയുക അടിത്തറ ഇട്ടിട്ടുള്ളത്. അതിനൊപ്പം തന്നെ അവിടുത്തെ കുടുംബങ്ങൾ പൊതുകിണർ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പൊതുകിണറുണ്ട്. ആ പൊതുകിണറിൻ്റെയും അവസ്ഥ വളരെ മോശമാണ്. വെള്ളത്തിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. കിണറിൻ്റെ അവസ്ഥയും ഇപ്പോൾ വളരെ മോശമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളെടുത്ത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ കാര്യം വരുന്നത് ഒരിക്കലും ഞങ്ങളോട് അവിടുത്തെ ജനങ്ങളോട് പൊതുവായ ആളുകളടുത്ത് ചോദിച്ചിട്ടോ ഒന്നുമല്ല. അങ്ങനെ ഒരു സ്ഥാപനം ഈ ജനങ്ങൾ 50ഓളം വീട് തിങ്ങി നടന്ന് താമസിക്കുന്ന 1,00,000 വീട് കോളനിയാണത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളൊരു സമ്മതമോ ഒന്നും കൂടാതെയാണ് ഇങ്ങനൊരു സ്ഥാപനം അവിടെ കൊണ്ടുവരാൻ തന്നെ ഞങ്ങളാരും അറിയാതെ കണ്ടാണ് അത് വന്നത്. സാധാരണ നമ്മളൊരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഏതൊരു സ്ഥാപനം വരുമ്പോഴും അവിടുത്തെ ജനങ്ങളോട് നമ്മൾ നേരിട്ടൊരു ചോദിക്കും, ഇങ്ങനൊരു സ്ഥാപനം വരുന്നുണ്ട് ഇവിടെ, ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ രീതിയിൽ ഒരു സ്ഥാപനം എവിടെയും വരും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു ദിവസം പെട്ടെന്ന് ഒരു സ്കെച്ച് അവിടെ വന്ന ഒരു അളവുണ്ടാവുകയും ഈ അളവിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് ഈ നാട്ടുകാർ തന്നെ ഈ സംഭവത്തിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ വന്നപ്പോൾ നമ്മളത് മെമ്പറായിട്ട് സൂചിപ്പിച്ചു. കാരണം ഒരു മെമ്പർ അറിയാതെ എന്തായാലും അവിടെ ഒരു അളവിനൊരു വരില്ലല്ലോ. വന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാമിലി വെൽനസ് സെൻറ്റർ 13ാം വാർഡിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാമിലി വെൽനസ് സെൻറ്ററിനെ 5ാം വാർഡ്, ഇപ്പോൾ 6ാം വാർഡാണ്, പക്ഷെ പഴയ 5ാം വാർഡായിരുന്നു അത്, 5ാം വാർഡിലേക്ക് കൊണ്ടുവരികയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഈ സ്ഥാപനം വരുമ്പോൾ ഞങ്ങളുടെ ഈ കുട്ടികളുടെ കളിസ്ഥലമുണ്ട്, ഇത്രയും വലിയൊരു സ്ഥാപനം മുന്നിൽ വന്നാൽ അതെന്താവും, പൊതു കിണർ എന്താവും, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തു തരാമെന്നാണ് അന്ന് ഞങ്ങളടുത്ത് പറയുകയുണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ആ പ്രദേശവാസികളായ 5 പേര് പങ്കെടുക്കുകയും ചെയ്തിരുന്നു.
അപ്പം അതിലും അവർ പറഞ്ഞത് നമ്മുടെ ജനങ്ങളുടെ സൗകര്യാർത്ഥം ബുദ്ധിമുട്ടില്ലാതെ, അത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമ്മുടെ വണ്ടി, ഞങ്ങൾക്ക് വേറൊരു പൊതുവഴിയില്ല അവിടെ. ആ പൊതുവഴിയിൽ വണ്ടികൾ വന്നാൽ തിരിക്കാൻ ഞങ്ങൾക്കൊരു ചെറിയ സൗകര്യം ഉള്ളത് അവിടെയാണ്. ഒരു ആംബുലൻസ് വന്നാലോ ഒരു ഫയർഫോഴ്സ് വന്നാലോ എന്തിനും വണ്ടി തിരിക്കാനുള്ള സൗകര്യം. ഇതെല്ലാം നമ്മളവരെ ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പം അതിന് അവിടെ വന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് അവിടെ ഒരു ബിൽഡിംഗ് വരികയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അന്ന് സർവകക്ഷി യോഗത്തിന് പോയപ്പോൾ അവർ വാക്ക് തന്നിരുന്നത്. പക്ഷേ ആ വാക്കെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇവർ ഈ സംഭവം അവിടെ വരുന്ന സമയത്ത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, അതായത് നാട്ടുകാർ പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ 5 പേര് അങ്ങോട്ട് പോണത്. അപ്പോൾ ഈ 5 പേരെടുത്ത് ഇവർ വന്നിട്ട് ഭരണത്തിന് ആൾക്കാർ വന്നിട്ട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വന്ന് ഒപ്പിട്ട് തന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതായിരുന്നു. പക്ഷെ നമ്മളൊരു മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ അജണ്ട കഴിഞ്ഞാൽ നമ്മൾ പങ്കെടുത്തവർ ഒപ്പിടുക എന്നുള്ളത് സാധാരണഗതിയിൽ ഏതൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കറിയാം, അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇവരെ കൊണ്ട് ഇത് ഒപ്പിടിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഇവർ പോകുന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മാനദണ്ഡം വെച്ചിട്ട് ശരിക്കാണ് ഞങ്ങളെ ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളോട് ഇടപെടലുണ്ടായത്. ഇത് കഴിഞ്ഞ് ആദ്യത്തെ സ്കെച്ച് കൊണ്ടുവന്നപ്പോൾ കിണർ പകുതി മൂടിക്കൊണ്ടുള്ള സ്കെച്ചാണ് ആദ്യം അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞത് പറ്റില്ല, ഇത്രയും ജനങ്ങളെ കുടിവെള്ളമാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ അവരത് മാറ്റി കിണറിനോട് ചേർന്നും അംഗൻവാടി കുട്ടികളുടെ മതിൽ തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. രേഖമാല നോക്കുകയാണെങ്കിൽ ഒരു 2 അടി വഴി 2 അടി സ്ഥലം വിട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. അത് അംഗൻവാടി കുട്ടികൾ, ആ കുട്ടികൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കെന്നാൽ, കാരണം കുട്ടികൾ അംഗൻവാടി കുട്ടികളാരും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, 3 വയസ്സ് കഴിഞ്ഞ് അവർ സ്വന്തം വീട്ടിൽ നിന്ന് ആദ്യമായി പുറത്തിറങ്ങുന്ന ഒരു വേളയാണ് അവരുടെ. കാരണം ഒരു സ്കൂളല്ല, നമ്മൾ അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് ഇൻ്റർവെല്ലിന് പുറത്തു പോകുന്ന ഒരു സ്ഥാപനമല്ല. ചാടിക്കളിച്ചും പാറി നടന്നും പൂമ്പാറ്റകളെ പോലെ പാറി നടന്ന് കളറുകൾ കണ്ടും ചെല്ലിപ്പിടിച്ച് നടക്കുന്ന ഈ കുട്ടികൾ, ഇവർക്ക് കളിക്കാൻ കളിസ്ഥലം ഇല്ല ഇപ്പോൾ അവിടെ. അപ്പോൾ അത് ഭയങ്കര വിഷമമായി അവിടുത്തെ വരുന്ന രക്ഷിതാക്കൾക്കും വിഷമമുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ കിണറിൻ്റെ അവസ്ഥ വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഇവർ അവിടെ പാദം കയറി കഴിഞ്ഞപ്പോൾ ഈ മഴക്കാലത്ത് മുഴുവൻ അവിടെ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന 15 കുടുംബങ്ങളും കുടിച്ചിട്ടുള്ളത് ചെളിവെള്ളം തന്നെയായിരുന്നു. ഇതെല്ലാം എത്ര ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണം, പഞ്ചായത്തും മെമ്പറും 2 കൂട്ടരും നമ്മൾ ഒരുമിച്ച് പറയേണ്ടി വരും ഇവിടെ. കാരണം ഞങ്ങളടുത്ത് പറഞ്ഞത്, നിങ്ങൾ എന്ത് പ്രക്ഷോഭം ഉണ്ടാക്കിയാലും ഞങ്ങളിവിടെ നടത്തുമെന്നാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. മെമ്പറും പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാലും അത് ചെയ്യേണ്ടി വരും, അവിടെ വരുന്ന ഉദ്ദേശിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് വരും എന്ന് പറഞ്ഞു. അന്നത്തെ അവിടുത്തെ മീറ്റിങ്ങിൽ നമുക്ക് വേറെ കാര്യം മനസ്സിലാവാൻ സാധിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പുറകിലേക്ക് വേണമെങ്കിൽ മാറ്റാമെന്നൊരു കാര്യം പറയുകയുണ്ടായി. ഇത് മാത്രമല്ല, ഞങ്ങൾ വിവരാവകാശം വെച്ചിട്ട് ഇതിൻ്റെ പല മേഖലകളിലേക്കും കടന്നു ചെല്ലുകയുണ്ടായി. നോക്കുമ്പോൾ നമ്മൾ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് 4.9 സെൻറ്റ് സ്ഥലം അവിടെയുണ്ട്. ഈ സ്ഥലമാണ് അവർ കൈയേറിയിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം, പഞ്ചായത്ത് സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്കതിൽ അധികാരമുണ്ട് അംഗൻവാടി സ്ഥലം എടുക്കാൻ. അപ്പോൾ അവിടെ ജനങ്ങൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് അവിടെ 4 സെൻറ്റ് കൊടുത്തും മുഴുവൻ നമ്മൾ പഞ്ചായത്തിൻ്റെയാണ്. പക്ഷേ 4 സെൻറ്റ് ഒന്നും ഇപ്പോൾ 4 സെൻറ്റില്ല, ഏകദേശം ഒരു 3 സെൻറ്റിൻ്റെ അപ്പുറം 4 സെൻറ്റ് ഒക്കെ കുറവാണ്. 4 സെൻറ്റ് കുറച്ച് എല്ലാവരും കൂടെ ഈ അവിടെയുള്ള അത്രയും കുടുംബങ്ങളിൽ നിന്ന് കുറേശ്ശെ സ്ഥലം എടുത്തിട്ട് അന്ന്, അതായത് എനിക്ക് അത്ര അറിയില്ല, നാട്ടുകാരെ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ അവിടെ വന്നിട്ട് 27 വർഷമായിട്ടുള്ളൂ. അപ്പം അതിന് മുൻപുള്ളൊരു കാലത്ത് അവിടെ മോമണിക്കാനിട്ടിരിക്കണ്ടായിരുന്നു അത്ര ഇപ്പോഴത്തെ മെമ്പറുടെ ഉപ്പുള്ള സമയത്ത് ഈ ലക്ഷം വീട് കോളനിയിൽ കുട്ടികൾക്ക് കളിക്കാൻ അവിടെ ഒരു സ്ഥലമില്ല. അപ്പോൾ ഒരു കുറച്ച് സ്ഥലം ബാക്കി അതിൽ വന്നപ്പോൾ അത് ഈ കുട്ടികൾക്ക് കളിക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചതാണെന്നാണ് അവിടുത്തെ പൂർവികരായ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് അവിടെ ആകെ എടുക്കുന്നത്. അപ്പോൾ ഈ 5 സെൻറ്റ് കുട്ടികളുടെ അംഗൻവാടി കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ എങ്ങനെ ഈ സാധനം കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ ആദ്യം ചോദിക്കുന്നുണ്ടായത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ഇടപെടുകയാണ് ഇടയ്ക്ക്. ഇപ്പോൾ നാട്ടിലൊരു വികസനമായിട്ടാണ് ഒരു ആരോഗ്യ മേഖലയിൽ ഒരു വെൽനസ് സെന്റർ വരുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ട് വികസനം പലപ്പോഴും പല വാർഡുകളിലെ ആളുകൾ ഞങ്ങളുടെ വാർഡിലേക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഘടകമാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് ഇത് വരുമ്പോൾ നിങ്ങളുടെ കുറച്ച് പേരുടെ ഒരു കളിസ്ഥലം അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം നഷ്ടപ്പെടുന്നു എന്നത് മാത്രമാണോ നിങ്ങളുടെ പ്രതിഷേധം? അല്ല, കാരണം ഈ സാധനത്തിൽ വരുന്ന നിങ്ങളൊരു ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലുള്ള ഒരു പ്രവർത്തനം സ്വന്തം വാർഡിൽ സ്വന്തം വീടിനടുത്ത് വരുന്നത് നല്ലതല്ലേ? ഞങ്ങളത് അവരുടെ അടുത്ത് കൃത്യമായി പറഞ്ഞ് ബോധിപ്പിച്ചൊരു കാര്യം, ഒന്ന് കുട്ടികളുടെ കളിസ്ഥലം, ആ കുട്ടികളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണ്ടേ. നമ്മുടെ കുരുന്നു കുട്ടികൾ വരുന്നത് കാരാഗ്രഹത്തിലേക്കല്ലല്ലോ, പാറി നടക്കേണ്ട ഒരു പ്രായത്തിൽ. പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് മെമ്പറോട് ഇവരോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ സ്ഥാപനത്തിന് നമ്മളെ തൊട്ടടുത്ത് വേറെ 2 വീടുകൾ വിൽക്കാനുണ്ടായിരുന്നു. ഈ ലക്ഷം വീട് കോളനിയിൽ തന്നെ 2 വീടുകൾ വിൽക്കാനിട്ടിരുന്നു. എൻ്റെ വീട് തൊട്ടപ്പുറത്തുള്ള സ്ഥലം തന്നെ, അതായത് ഈ കോളനിയുടെ ഉള്ളിൽ തന്നെ വരണമെന്ന് പഞ്ചായത്തിനോ മെമ്പർക്കോ നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം എന്തുകൊണ്ട് വാങ്ങിച്ച് അവിടെ പണിതുകൂടാം. ഞങ്ങൾ വികസനത്തിന് ഒരിക്കലും എതിരില്ല, അവിടെ ആരും വികസനത്തിന് എതിരില്ല നമുക്ക്.
അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിന് ഈ പ്രോജക്റ്റിൽ പറ്റില്ല എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. അതിന് വേണമെങ്കിൽ ഫണ്ട് വകയിരുത്തണം, സ്ഥലം വാങ്ങാനുള്ള ഫണ്ട് വകയിരുത്തണം, എങ്കിൽ മാത്രമേ അത്തരത്തിലൊരു ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയൂ. അതിന് ഞങ്ങളൊരു പോംവഴി പറഞ്ഞു ഇവരെടുത്ത്. കാരണം ഇവർ ഈ കൊണ്ടുവരുന്ന ഫാമിലി വെൽനസ് സെന്ററിൽ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ സ്കൂളുകളിലേക്ക് മറ്റു കളിസ്ഥലത്തിന് വേണ്ടി ചെറിയ പിരിവുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനം വരാനുണ്ട്. അപ്പോൾ ഈ കോളനിയുടെ അതിനുള്ള സ്ഥലം സൗകര്യം, അപ്പോൾ നമുക്കിവിടെ സ്ഥലം വിൽക്കാനുണ്ട്, അത് വാങ്ങിക്കാൻ നമ്മൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പിരിവ് നടത്താമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് 2 വീട് വിൽക്കാൻ കൊടുക്കുന്നുണ്ട്, ഇതിൽ എവിടെയെങ്കിലും നമുക്ക് പണിതൂടെയെന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനും അവർ തയ്യാറായില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വികസനം അവിടെ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. കാരണം ഈ ഫാമിലി വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ വരുന്ന കാര്യങ്ങളൊന്ന് ലാബ് വരുന്നുണ്ട് അതിൽ, പിന്നെ സെപ്റ്റി ടാങ്ക് വരണം അതിലങ്ങനെ വരുമ്പോൾ. കാരണം അംഗനവാടി കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. അത് അംഗനവാടിയുടെ ബാക്കിലായിട്ട് സെപ്റ്റി ടാങ്ക്, വളരെ ചെറിയൊരു സെപ്റ്റി ടാങ്ക് അവിടെ ഉള്ളത്. പിന്നെ അവിടെ വരുന്ന രോഗികൾ, ഈ കുട്ടികൾക്ക് വെച്ചാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, അത് ഏറ്റവും വലിയ വിഷയമാണ്. അത് കൂടാതെ അവിടെ വരുന്ന രോഗികൾ, ലാബ് കാര്യങ്ങളൊക്കെ അതിലുണ്ടെന്നുള്ള പ്ലാൻ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ ചെറിയൊരു കോൺഫറൻസ് ഹാളും ഉണ്ട്. അപ്പോൾ അടുത്ത പൊതുപരിപാടികളും കാര്യങ്ങളും. ഈ കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് വേറെ, അവരുടെ ജീവനും കൂടി നമ്മൾ നോക്കണ്ടേ. പിന്നെ ഈ കുടിവെള്ളത്തിന് വരുന്ന ഈ പ്രശ്നങ്ങൾ വേറെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുടിവെള്ളത്തിനെ ഈ അംഗനവാടി കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് തൊട്ടപ്പുറത്ത്, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് 4 സെൻറ്റ് സ്ഥലം കൊടുക്കേണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. വികസനത്തിനെതിരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പോംവഴി ഇവരടുത്ത് പറയില്ലല്ലോ. ഓക്കെ, ആരാണ് നിങ്ങളുടെ നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിഷേധിക്കപ്പെട്ടത്? ആർക്കെതിരെയാണ് നിങ്ങളുടെ പ്രതിഷേധം? സംസ്ഥാന സർക്കാരാണോ, പഞ്ചായത്താണോ, ഭരണസമിതിയാണോ, വാർഡ് മെമ്പറാണോ? ആർക്കെതിരെയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രതിഷേധം? അതിൽ പഞ്ചായത്തും വാർഡ് മെമ്പറും ഒരുപോലെ അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് പറഞ്ഞത്, ഞങ്ങളൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ കൊണ്ടുവരും. അതായത് ഒരു വെല്ലുവിളിക്കുന്ന പോലെ, അവിടുത്തെ ജനങ്ങളെ ഒന്നിലാക്കുന്ന രീതിയിലാണ്. അതിലുപരി മാനസികമായി ഞങ്ങൾ ഒരുപാട് പ്രയാസം അവിടുത്തെ വളരുന്ന ഒരു യുവതലമുറയ്ക്കും കുഞ്ഞു കുട്ടികൾക്ക് വരെ വേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആക്ഷേപങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. കാരണം ഇവിടെ ഉള്ളവർ വിദ്യാഭ്യാസമില്ല, അങ്ങനെ എന്താ പറയുക, നമ്മൾ അംഗനവാടിയുടെ പ്രശ്നത്തിനേക്കാൾ ഉപരി കോളനി എന്ന് പറഞ്ഞ് എന്തോ ഒരു തരം താഴ്ത്തുന്ന മട്ടിലുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ വന്നു. പിന്നെ വെച്ചാൽ രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ അതിനൊടി കൂടെ വന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടുത്തെ വോട്ട് കിട്ടിയിട്ടും ഞങ്ങൾക്ക് ആരും ജയിക്കണം എന്നില്ല എന്നൊരു വാക്കും കൂടി വന്നു. ഞങ്ങൾ ജയിച്ചിട്ടില്ല. പ്രസിഡന്റും അല്ല, ഇതല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു പേര് ഇങ്ങനെ ഒരു ഇതിൽ പേര് പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ പണ്ടൊരിക്കൽ മെമ്പറായിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അവർക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇന്ന് ഞാൻ എൻ്റെ പോസ്റ്ററിന് പശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഞാൻ പശ ഉണ്ടാക്കി കൊടുത്തത് ആ പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ട് കോളനിയിൽ ഉള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണെന്നുള്ള രീതിയിലാണ് ഒരു സംസാരം ഉണ്ടായി. അത് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, വിവരം ഇല്ലാത്തവരാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു യുവതലമുറയിൽപ്പെട്ട ഒരു പയ്യൻ തീർച്ചയായിട്ടും ഇറങ്ങി വന്ന് ചോദിച്ചു, മെമ്പർ എന്ന നിലയ്ക്ക് ഒരു കോളനിയിലെ അത്യാവശ്യം കാര്യങ്ങളല്ലോ, നമ്മളൊരു വാർഡിൽ മൊത്തം അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഒരു കോളനിയാണ്, ജനങ്ങൾ തിങ്ങിപ്പറഞ്ഞ് താമസിക്കുന്ന, അവിടുത്തെ എന്ത് കുറവുണ്ടെന്നൊരു മെമ്പർ അന്വേഷിച്ചറിയേണ്ടതല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു 5 വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മെമ്പർക്ക് അത് അറിയില്ല. കാരണം ഇന്ന് അതിൽ അത്യാവശ്യം വിദ്യാഭ്യാസ തലത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാരണം നഴ്സിംഗ് കഴിഞ്ഞ പിള്ളേരുകൾ, MA PG വരെ കഴിഞ്ഞ കുട്ടികളുണ്ട്, പിന്നെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുണ്ട്, CA കാരുണ്ട്. അങ്ങനെ തന്നെയാണ് കോളനിയിലുള്ളത്. കാരണം പണ്ടത്തെ ഒരു കാലഘട്ടമല്ല, ഇന്ന് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നതാണ് അവിടുത്തെ ഓരോ അച്ഛനമ്മമാരും. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അവിടെ ഒരു കെട്ടിടം വരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു കെട്ടിടം വരുന്നത് മാത്രമാണോ പ്രശ്നം? കെട്ടിടം വരുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം, കാരണം ഞങ്ങൾ വിവരാവകാശം വെച്ചിട്ട് ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് ഇതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ മറുപടി അനുസരിച്ചിട്ട് നമുക്കൊരു വനിതാ ശിശുക്ഷേമത്തിൽ നിന്ന് നമുക്ക് വന്നത്, ബാലാവകാശ കമ്മീഷന് വന്നൊരു മറുപടി, കുട്ടികൾക്ക് വേണ്ടത്ര വെളിച്ചവും വായു സഞ്ചാരവും ഉള്ള ഒരു ബിൽഡിങ്ങിലാണ് ബിൽഡിംഗ് വരേണ്ടതെന്ന് പറഞ്ഞു. മറ്റൊന്ന്, അതിന് മുന്നിൽ വരുന്നത് 2 നില ബിൽഡിംഗ് ആണ്, ചെറിയൊരു ഫ്ലോർ അല്ല വരുന്നത്, 2 നില ബിൽഡിംഗ് ആണ് അതിനുള്ളിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അവിടെ വരുന്നത് ലാബ് ഉണ്ട്. ഇതിൽ ഈ ലാബ് എന്ന് പറയുന്നത് അതിൽ ഏതൊക്കെ രോഗക്കാർ വരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കോളനി എന്ന് പറയുന്നത് തിങ്ങി താമസിക്കുന്നത്, ഇപ്പം ഏകദേശം എല്ലാ ഭാഗത്തും കോളനികൾ തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ കോളനിക്ക് പ്രത്യേക ഒരു പേരിട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ, അത് കോളനി തന്നെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു നാണക്കേടൊന്നും വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങളെയാണ് കോളനി എന്ന് വെച്ചിട്ട് ഇവർ ആക്ഷേപിക്കുന്നത്. അതിനുള്ളിൽ ഈ കോളനിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് വരുമ്പോൾ ഉണ്ടാവുന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നം. അപ്പം അതുപോലെ തന്നെ ഈ കോളനിയിലെ ഈ ബിൽഡിങ്ങിന്റെ സെപ്റ്റി ടാങ്ക് അത് ഈ പ്ലാനിൽ ഇവർ പറഞ്ഞിട്ടില്ല.
അപ്പോൾ ആ സെപ്റ്റി ടാങ്ക് നമ്മളൊരു പഞ്ചായത്ത് ആക്ട് പ്രകാരം എവിടെ ഒരു സെപ്റ്റി ടാങ്ക് നിർമ്മിക്കേണ്ട കാര്യം പറഞ്ഞ ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ അതിന്റെ ഇത്ര അടി അകലെ വേണം ഇത് പണിയാന്ന് കൃത്യം ഒരു 30 അടിയോളം അകലെ ഒരു പറയുന്നുണ്ട് ആക്ട് പ്രകാരം. ഒരു വീടോ അല്ലെങ്കിൽ ഒരു വീട് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ ഒരാൾ കിണർ കുത്തി കഴിഞ്ഞാൽ ആ സെപ്റ്റി ടാങ്ക് ഇത്ര വേണമെന്ന് നിയമം പറയുമ്പോൾ പഞ്ചായത്ത് ബിൽഡിങ്ങിനും ഇത് ബാധകമല്ലേ? പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന ഒരു ക്ഷേമ പ്രവർത്തനത്തിന് വന്ന ഒരു ടീം വന്ന് നോക്കിയത് പരാതിയുടെ പേരിൽ വന്ന് നോക്കുമ്പോൾ അംഗൻവാടിയുടെ ബാക്ക് വശം വന്നിട്ട് അവർ പരിശോധിക്കണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞവരോട് എന്തിനാ വെച്ചോളൂ, അല്ല സെപ്റ്റി ടാങ്കിന് ഇവിടെ സൗകര്യം ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം, സെപ്റ്റി ടാങ്കിന് അങ്ങനെ സൗകര്യം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിന് തൊട്ടപ്പുറത്തെ വീട്ടുകാരുടെ കുടിവെള്ളം എന്താവും? ഇതെല്ലാം നമ്മൾ നോക്കണ്ടേ? അതാണ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രതിഷേധം. ഒന്ന്, സെപ്റ്റി ടാങ്ക് ആണ് പ്രധാനമായിട്ടും. നിങ്ങളുടെ കുടിവെള്ളം മലിനപ്പെടുത്തുന്നു, കുടിവെള്ള സ്രോതസ് മൂടപ്പെടുന്നു, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും സൗകര്യവും നഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. മറ്റെന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ടോ? നമുക്ക് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു റോഡ് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. നമുക്ക് വേറെ റോഡില്ല. കോളനിക്ക് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ആകെ ഒരു റോഡ് സ്രോതസ് അത് മാത്രമേ ഉള്ളൂ. അതാ ലക്ഷം വീട് കോളനിയുടെ അറ്റം തന്നെയാണ് നമ്മൾ ശരിക്കും പറയണ ഫാമിലി വെൽനസ് സെന്റർ വരുന്നത്. നമുക്ക് ആകെ വണ്ടികൾ വന്നാൽ തിരിക്കാനുള്ളൊരു സൗകര്യം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ 10ഓളം കിടപ്പ് രോഗികൾ അതിനുള്ളിലുണ്ട്. മക്കളില്ലാത്തൊരു ടീമുണ്ട്. പിന്നെ അത് കൂടാതെ കണ്ട് വീണിട്ട് അരക്ക നീർപ്പിട്ട് പൂർണ്ണമായി തളർന്ന ആളുകളുണ്ട്. ഇവരൊക്കെ കൊണ്ടുപോയി നമുക്കൊരു വണ്ടി സൗകര്യം, ആംബുലൻസ് വരണം. ഇതല്ല തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ഫയർഫോഴ്സ് വരണം. ഇവർ വന്നിട്ട് എവിടെ നിന്ന് തിരിക്കും? അത് ഭയങ്കര വിഷയമല്ലേ? നമുക്ക് വെച്ചാൽ വാഹന സൗകര്യം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. പഞ്ചായത്തും മെമ്പറായാലും പഞ്ചായത്താണെങ്കിലും ഇത് വാഹനത്തിന് വരാനുള്ളൊരു വഴി ഉള്ളത് അടയ്ക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് പോകുന്നത് ഇപ്പൊ വരുന്നത്. വഴി അടച്ചുകൊണ്ടാണ് ഈ കെട്ടിടം വരുന്നത്. വഴി അടച്ചുകൊണ്ടല്ല, വഴിയുണ്ട്, പക്ഷെ അതിന് വണ്ടികൾക്ക് തിരിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. ഇങ്ങോട്ട് വരുന്ന വണ്ടി തിരിച്ചു പോകണമെങ്കിൽ റോഡ് വരെ റിവേഴ്സ് പോകണം. ഈ ഫാമിലി വെൽനസ് സെന്ററിന് മുറ്റം ഇല്ലേ? വളരെ ചെറിയൊരു മുറ്റം. അവിടെ കിണറാണ്. ഈ കിണറിനോട് ചേർന്നിട്ടാണ് ഈ സാധനം വരുന്നത്. ഇവര് നമ്മളടുത്ത് പറയുന്നതിനും അതിലൊന്നും കെട്ടില്ല എന്ന്. പക്ഷെ ഞങ്ങൾക്ക് അതിന് വിശ്വാസമില്ല. കാരണം ഞങ്ങൾ ആദ്യമേ വാക്കുകൾ പറഞ്ഞ് ചതിച്ച കാരണം കൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ല. കാരണം ഞങ്ങളോട് പറയുന്നത് അംഗനവാടിക്കോ കൗതുകണറിനോ നിങ്ങൾക്കോ വാഹനത്തിനോ കുഴപ്പമില്ലാതെ ഒരു സാധനം പണിയാന്ന് ഞങ്ങൾക്ക് വാക്കുന്നത്. ആ വാക്കിനൊക്കെ മറികടന്നിട്ടാണ് ഇന്ന് അവിടെ ബിൽഡിംഗ് വരുന്നത്. പിന്നെ ഇനി ഇവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് തിരികെ ഒരു ചെറിയൊരു സ്കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വന്ന് നമുക്ക് എങ്ങനെ ഞെരിഞ്ഞിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ. ഞെരിഞ്ഞ് അമർന്നിട്ട് വേണം തിരിക്കണമെങ്കിൽ. അതിന് പോലും പറ്റില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ കരുണക്കാർ വരുന്നുണ്ട്, കരുണ പാലിയേറ്റീവ് മാറഞ്ചേരിക്കാർ വരുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ റിവേഴ്സ് ഇന്നലെ വരെ വന്നു, ഇന്ന് വന്നത് അവർ റിവേഴ്സ് പോവുകയാണ് ചെയ്യണം. അത്രയും പേര് അല്ലെങ്കിൽ അവിടുന്ന് റിവേഴ്സിൽ വരണം. എമർജൻസി ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഒരു ആംബുലൻസിൽ വന്നിട്ട് റിവേഴ്സ് ഇട്ട് തിരിക്കണതാണോ ആവശ്യം? ജീവൻ രക്ഷിക്കാൻ വരുന്നതല്ല അവർ. അത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെതിരെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്കെതിരെ ഇവരോടൊക്കെ പരാതി പറഞ്ഞു. ആ പരാതികൾ അവർ സ്വീകരിക്കപ്പെട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് പ്രതിഷേധമായിട്ട് ഉയരുന്നത്. പ്രതിഷേധമായിട്ട് അത് തന്നെയാണ് മെയിൻ കാരണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിട്ട് സ്വതന്ത്രയാവാനുള്ള കാരണം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇതിനോട് സപ്പോർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്തായിരുന്നു? നമ്മളിങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് തീരുമാനം ആദ്യം എടുത്ത് ഞങ്ങളുടെ തീരുമാനം വെച്ചാൽ നമ്മൾ വോട്ട് നിരസിക്കുക എന്നുള്ളതായിരുന്നു. ആരും ഇട്ട്, കാരണം അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. അവിടെ ഓരോരുത്തരും വ്യക്തിപരമായ രാഷ്ട്രീയ ഉള്ളതാണ്, കാഴ്ചപ്പാടുള്ള ആളുകളാണ്. പക്ഷെ ഞങ്ങളുടെ കോളനിയിൽ ഏത് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു ഐക്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടി ആ കോളനിയിലില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം വെച്ചാൽ ഇന്ന് വരെ, ഇപ്പം ഞാൻ വന്നിട്ട് 27 വർഷമായി, ഇന്ന് വരെ ഇത്ര ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ, നിയമസഭയ്ക്കായാലും പഞ്ചായത്ത് തല പഞ്ചായത്തിന്റെ ആയാലും. പക്ഷെ ഇന്ന് വരെ ഒരു പാർട്ടിക്കാർ ഒരു കൊടിയും പൊന്താത്ത ഒരു കോളനിയാണ് ഞങ്ങളെ കോളനി. എല്ലാവരും ഒറ്റയ്ക്ക് കണ്ടതിന് ഒരു തീരുമാനം എടുത്തായിരുന്നു നമ്മൾക്ക് അങ്ങനെ വേണ്ട. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞാൽ നമുക്ക് വോട്ട് നിഷേധിക്കാം. അത് നമ്മുടെ ഒരു പ്രതിഷേധമായിട്ട് കേൾക്കാം. അപ്പൊ അതിനിടയിൽ ഒന്ന് രണ്ട് ആളുകൾ ചോദിച്ചു, അതല്ലല്ലോ ശരി, നമ്മുടെ മൗലിക അവകാശമാണ് വോട്ട്, അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലാന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കത് വേറെ വല്ല രീതിയിൽ കാണാന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല, നമ്മളിടയിൽ നിന്ന് ഒരാൾ പ്രതിനിധീകരിച്ച് ഇറങ്ങുക, നമ്മുടെ പ്രതിഷേധം അങ്ങനെയും നമുക്ക് രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനം ഉണ്ടായി. അപ്പൊ എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മുടെ വാർഡ് വനിതാ വാർഡായി മാറുകയും ചെയ്തു. അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും നമുക്ക് എന്താ വേണ്ടത് ചേച്ചി ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടോ, അല്ല ബിന്ദു ഇറങ്ങി കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടെന്നുള്ള എല്ലാ രീതിയിലും. കാരണം പ്രായമേധം എന്നെ എല്ലാവരും ഓരോ സ്ഥലത്തിൽ പറഞ്ഞതായിരുന്നു. അവിടെ രാഷ്ട്രീയോ ജാതിയോ മതമോ ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളത്. ഓക്കെ, താങ്കളിപ്പോൾ ആ വാർഡിനെയാണ് പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്, അല്ലാതെ ഒരു കോളനിയെ നിങ്ങൾ ഉന്നതിയെ മാത്രമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നതിക്ക് പുറത്തുള്ള ആളുകളുടെ പ്രതികരണം എന്താണ്? അവരോട് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ സംവദിക്കുമ്പോൾ എന്ത് പറയുന്നു? നിങ്ങളുടെ ആ ഒരു പ്രദേശത്തിനപ്പുറത്തേക്ക് ഈ 50 വീടുകൾക്ക് എത്ര വീടുകളാണ് അവിടെ ഉള്ളത് നിലവിൽ?
50-ലധികം വീടുകളുണ്ട് നമുക്ക്. അതായത് കോളനിയിൽ കുറച്ച് വീടുകളിൽ അതിന് ചുറ്റുവട്ടമായിട്ട് ഒരുപാട് പ്രദേശമുണ്ട്. കാരണം ഈ വഴി തന്നെ ഉപയോഗിച്ച് പോകുന്ന കുറെ ആളുകളുണ്ട് അവിടെ. ആ വീട്ടുകാർക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് ഈ വിഷയം എത്തിക്കാൻ വേണ്ടി ഈ വിഷയം മാത്രമാണ് ഒരു ജനപ്രതിനിധിയായി മത്സരിക്കുന്നത് താങ്കൾക്ക് ഉന്നയിക്കാനുള്ളത്? ശരിക്കും പ്രതിഷേധം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രശ്നം ഇത് തന്നെയാണ്. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, കാരണം ഞാനിപ്പോൾ ഒരു 3 വട്ടത്തോളം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ സംബന്ധിച്ചിട്ട്. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടിയിൽ എല്ലാവരും ഒരുവിധം, കാരണം പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ യുവതലമുറ പലരും ഞങ്ങളെടുത്ത് പറയില്ലേ, നമ്മൾ വികസന വിരോധികൾ എന്നുള്ള പേര് കേട്ടപ്പോൾ അവർ വന്ന് ആ സ്ഥലങ്ങൾ അന്വേഷിക്കുകയും കാണുകയും ചെയ്തു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു അംഗൻവാടിയാണ്. അപ്പൊ അവിടെ വരുന്ന രക്ഷിതാക്കള് നമ്മുടെ ആ 50 വീടുകളിലോ അല്ലെങ്കിൽ ആ പരിസരവാസികളല്ല, കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ളവർ തന്നെയാണ്. അപ്പൊ ആ രക്ഷിതാക്കൾക്കും ഇത് ബോധ്യമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ തന്നെ ആ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും താങ്കൾ അപ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ്. ആ പ്രതിഷേധം തന്നെയാണ് മുഖ്യ അജണ്ടയായി മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പരമാവധി വോട്ട് തരിക എന്നുള്ളത് ഈ ഒരു വിഷയം ബാധിക്കുന്ന ആളുകളുടെ പ്രധാന അജണ്ടയാണ്. പക്ഷേ ആ വിഷയത്തെ നേരിട്ടോ നേരിട്ടല്ലാതെയോ ബാധിക്കാത്ത വാർഡിലെ മറ്റ് വോട്ടർമാർ താങ്കളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, ഞാൻ സമൂഹത്തിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുന്ന ഒരാൾ മാത്രമല്ല, ഇതിനു മുമ്പ് സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വ്യക്തി ആരോഗ്യ മേഖല എന്ന നിലയ്ക്ക് അവർ വിളിച്ച ഏത് പാതിരാത്രിക്ക് എത്തുന്ന ഒരു നേഴ്സ് തന്നെയായിരുന്നു ഞാൻ. അതിൽ കൂടാതെ കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പനമ്പാടുള്ള കുഞ്ഞോത് മാസ്റ്ററാണ് എന്നെ സാമൂഹമായ ഇടപെടലിൽ എന്നെ ആദ്യം മുന്നോട്ട് ഇറക്കിയത്. ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ സാക്ഷരത പ്രേരകമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് 22 വർഷങ്ങൾക്ക് മുമ്പ്. ഈ പ്രേരകമായിട്ട് ഇവിടുത്തെ CSSന്റെ കോർഡിനേറ്റർ ആയിരുന്നു. അന്നും സമൂഹത്തിൽ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ അയൽപ്പക്കം എന്ന് മാത്രം അല്ല ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അവിടുത്തെ നമ്മുടെ വാർഡല്ലാതെ മറ്റു വാർഡുകളിലടക്കം പല പൊതുപ്രവർത്തനങ്ങളും മുന്നിൽ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒത്തിരി ആൾക്ക് തന്നെ അറിയാം. കാരണം എനിക്കറിയാം, ഞാൻ ഈ ഒരു ഫീൽഡ് വെച്ചപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഒരു വീട്ടിൽ നിന്നപ്പോൾ ഒരു കുട്ടി വെച്ച് ടീച്ചറെ എനിക്ക് അറിയാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ടീച്ചറോ? കുട്ടിക്ക് തെറ്റിപ്പോയെന്ന് വെച്ചാൽ, കാരണം എൻ്റെ മനസ്സിൽ നിന്ന് ഒരു വിട്ടുപോയൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പം വെച്ചാൽ ഞാൻ അന്ന് പ്രേരകമായിരുന്നപ്പോൾ നമ്മുടെ ട്യൂഷൻ സെന്റർ തുടങ്ങിയിരുന്നു. ആരുടെയൊക്കെയൊന്നും 5 പൈസ വരുമാനം മേടിച്ചിട്ടല്ല ഞാൻ അന്ന് ചെയ്തത്. കാരണം കുഞ്ഞോത് മാഷായിരുന്നു എനിക്ക് ഏറ്റവും പ്രചോദനത്തിൽ. അപ്പം മാസ്റ്റർ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അന്ന് ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. അന്ന് എനിക്ക് രാഷ്ട്രീയമില്ല, ജാതി മതഭേദമില്ല. ഇത് കണ്ട് തന്നെ ഞാൻ റൂം സ്വന്തം റിസ്കിൽ സാക്ഷരതയുടെ പേരിൽ വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ നിന്ന് 150ഓളം കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ തുറന്ന് ഇറങ്ങിച്ചെന്ന ഒരാളായിരുന്നു. ഈ കുട്ടി എന്നെ ടീച്ചറെന്ന് വിളിച്ചാൽ ഞാൻ മോൾക്ക് ആൾ മാറിയോന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ല ടീച്ചർ പനമ്പാട് സെന്ററിൽ തേജസിന്റെ അപ്പുറത്ത് ബാലമാഷ ട്യൂഷൻ സെന്റർ നടുക്ക് റൂമിൽ ട്യൂഷൻ എടുത്ത സമയത്ത് പഠിക്കാൻ വന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഞാൻ എങ്ങനെ കയറിക്കൂടിയെന്ന് എനിക്ക് മനസ്സിലായി. പ്രതിഷേധത്തിന്റെ ഭാഗത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്, രംഗത്തേക്ക് ഇറങ്ങിയതെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്. അതെനിക്കൊരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, ഞാനൊരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് അംബിഷൻസ്, ലക്ഷ്യങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ 6ാം വാർഡിനെ എങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും അത് തന്നെ. അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, കാരണം ഒരു വ്യക്തിയല്ലല്ലോ, ഒരു ഭരണം വരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തി മാത്രമല്ല, ഒരു കോർഡിനേഷനോട് കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്ന് ആരോഗ്യ മേഖലയിലെ ഒരാളാണ്. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഞാൻ ഒരുപാട് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നാണ് എനിക്ക്. പണ്ട് ഞാൻ സാക്ഷരതയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ആരോഗ്യ മേഖല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തെ ജനങ്ങൾക്ക് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി ഒരു നല്ലൊരു ഇൻഷുറൻസ് പദ്ധതി, അവർ ആരോഗ്യ മേഖലയിൽ തന്നെ പല പ്രശ്നങ്ങൾ, രോഗങ്ങളാൽ ഒരുപാട് ദുരിതമാണ്. കാരണം ഒരു വീടെടുത്ത എല്ലാ വീട്ടിലും അസുഖക്കാരുള്ളതാണ്. എല്ലാവരും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്താമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിൽ ഇനിയിപ്പോൾ നിയമപരമായിട്ട് പഞ്ചായത്തുകൾക്കാണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തന്നെ കിടപ്പ് രോഗികളെങ്കിലും നമ്മളൊരു ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നുള്ളത്. മറ്റൊന്ന് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും അഭ്യസ്ത വിദ്യരായ യുവാക്കളുണ്ട്, യുവതി യുവാക്കൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കൊരു PSC കോച്ചിങ് സെന്റർ ഇവിടെ ഇല്ല. അപ്പോൾ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു PSCയുടെ കോച്ചിങ് സെന്റർ കൊണ്ടുവരും. പിന്നെ അതിലൊക്കെ ഒരു കഷ്ടം, ഞങ്ങൾക്ക് ഈ നമ്മുടെ എന്താ പറയുക, കോളനിയുടെ ഉള്ളിൽ തന്നെ തെരുവുകളൊക്കെ കത്തിയിട്ട് വർഷങ്ങളായി. ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ തെരുവുകളൊക്കെ കത്തിയിട്ടില്ല അവിടെ. ഇത്ര ജനങ്ങൾ തിങ്ങി പറക്കുന്നതും നമ്മുടെ പിള്ളേരുകൾ പഠിക്കാൻ പോണ പിള്ളേർ തന്നെ നൈറ്റായിട്ട് ഓരോ ഡ്യൂട്ടികൾ, ഡെലിവറി ബോയ്സ് ഒക്കെ ആയിട്ട് പോണ പിള്ളേരുണ്ട്. അവരൊക്കെ രാത്രി കാലങ്ങളാണ് തിരിച്ചു വരുന്നത്. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന പിള്ളേരുണ്ട്. ഈ ലൈറ്റ് ഇന്ന് വരെ തെരുവിളക്ക് കത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ തെരുവിളക്കൾ കത്താത്തോടത്ത് കത്തിക്കുക എന്നുള്ളതും പുതിയ വിളക്കുകൾ സ്ഥാപിതമാക്കേണ്ടത് ഉൾഭാഗങ്ങളിൽ ആക്കേണ്ട സ്ഥലത്ത് തെരുവിളക്കൾ കൊണ്ടുവരിക എന്നുള്ളതും നല്ല ഒരു കാര്യമായിരിക്കും. അതുകൂടാതെ കണ്ട തന്നെ നമ്മുടെ 6ാം വാർഡിന്റെ കുറച്ച് ഭാഗമാണ് നമ്മുടെ മുല്ലമാട് കൃഷി ഭാഗങ്ങൾ. ഇവിടുത്തെ കർഷകർ കൃഷി ഇറക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ അധ്വാനത്തിന് ഫലം കിട്ടുന്നുണ്ട്.
കാരണം അവര് നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കപ്പോൾ കയറ്റി പോകുന്ന ഒരു സംവിധാനം നമ്മളിവിടെ സംഭരിച്ച് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മൂല്യം കൂടുന്ന സമയത്ത് അവർക്ക് വേണ്ട പൈസ കൂടുന്ന ഒരു സമയത്ത് വിൽക്കാൻ ഒരു സംഭരണശാല നമുക്കിവിടെ ഇല്ല, ഒരു സംവിധാനം നമുക്കിവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് പഞ്ചായത്തുമായി ഇടപെട്ടിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുകിണറുകളുടെ കാര്യം, പൊതുകിണറുകൾ ഒന്ന് വൃത്തിയാക്കുകയും അത് ജനങ്ങൾക്ക് എത്ര നല്ല വെള്ളം എങ്ങനെ കുടിക്കാൻ കൊടുക്കാൻ പറ്റും അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു ആഗ്രഹമാണ് എൻ്റെ കയ്യിൽ. പിന്നെ തൊഴിൽ മേഖല, പ്രത്യേകിച്ച് തൊഴിൽ മേഖല സ്ത്രീകളൊക്കെ ഇരുന്നിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ എന്തെങ്കിലും കണ്ടെത്തി കൊടുക്കുക. അതൊക്കെ എൻ്റെ ലക്ഷ്യങ്ങളാണ്. എന്നെ ജനങ്ങളെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക നിലവിൽ ഒരു മെമ്പറായി വരികയാണെങ്കിൽ ഇതൊക്കെ പഞ്ചായത്തോട് അനുബന്ധിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. ശരി, എന്തായാലും താങ്കൾക്ക് വിജയം സുനിശ്ചിതമാവട്ടെ. ഒരു കാര്യം കൂടി അവസാനമായി, താങ്കൾ വിജയിച്ചു വന്നാൽ ഈ വിഷയം എങ്ങനെ സോൾവ് ചെയ്യുമെന്നാണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ മുകളിലാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്. താങ്കൾ വിജയിച്ചു വരികയാണെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? ഇത് ഞാൻ അന്വേഷിച്ചിടത്തോളം മിക്കവാറും ചിലപ്പോൾ ബിൽഡിംഗ് അവിടെ വരാനുള്ള സാധ്യതകൾ, കാരണം ഇത് വരുന്ന പഞ്ചായത്തിലല്ലല്ലോ ഇത് വരുന്നത്. ഈ കഴിഞ്ഞ, അതായത് ഇപ്പൊ നിലവിലുള്ള ഭരണസമിതിയാണ് ഈ സാധനം അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിനെ അവിടെ വരുത്താതിരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും. അല്ല, അപ്പോൾ താങ്കൾ ജയിച്ചു വരുന്നതുകൊണ്ട് എന്താണ് ഗുണം? കാരണം നിലവിൽ അത് തുടർച്ച വരുമെങ്കിൽ ഒരു സാധനം വരാതിരിക്കാനാണ് നിങ്ങൾ പ്രതിഷേധ രംഗത്ത് ഇറങ്ങുന്നത്. നിങ്ങൾ പ്രതിഷേധിക്കുന്നു, പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയാവുന്നു, താങ്കൾ ജയിക്കുന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഈ സമരവും ഈ സ്ഥാനാർത്ഥിത്വവും എന്തിനായിരുന്നു? ഇതിനുള്ള പ്രതിരോധം തന്നെയാണിത്. പക്ഷെ നിയമപരമായിട്ട് ഇതിന്റെ കുറെ ഊരാക്കുടുക്കുകളുണ്ട്. കാരണം വിവരാവകാശം വെച്ച് ഞങ്ങൾക്ക് ചോദിച്ചപ്പോൾ കിട്ടിയപ്പോൾ ഒരുപാട് മറുപടികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഉപരി എന്താ പറയാ, ഇവര് എങ്ങനെയാണ് ഇതിനെ അതിന് സൊല്യൂഷൻ താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ സമരസമിതിയോ കാണുന്നുണ്ടോ? ഞാനത് ഒന്നുണ്ട്, ഇതിപ്പോ അവിടെ വരും, നിയമപരമായിട്ട് വരും എന്നുള്ള ഉറപ്പാണെങ്കിൽ എന്ത് തന്നെ വന്നാലും അതിന്റെ ഒരു പരിപാടിക്കും ഞാൻ ഉണ്ടാവില്ല. മെമ്പർ എന്ന നിലയ്ക്ക് അതിന്റെ യാതൊരു വക ആധികാരിക പരിപാടി സൊല്യൂഷൻ അല്ല. കാരണം താങ്കളെ മെമ്പർ ആക്കിയിട്ടുള്ളത് ആ ഒരു ഉന്നതിയുടെ മാത്രം മെമ്പർ അല്ല, താങ്കൾ ആ ഒരു വാർഡിന്റെ മെമ്പറാണ്. വാർഡിന്റെ മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വെച്ചാൽ വാർഡിൽ ഈ ഒരു കാര്യം ഇല്ലാത്ത മറ്റേ ഇതിനെന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ഇത് ഇപ്പോഴത്തെ ഇതിൽ ഭരണസമിതിയിൽ വന്നൊരു സംഭവമാണല്ലോ. ഇതിന് മാറ്റാൻ പറ്റുമെങ്കിൽ തീർച്ചയായും 100% മാറ്റാൻ ശ്രമിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ബിന്ദു ബാബുവിന് തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന് ഇനി അഥവാ ഇലക്ഷന് തെരഞ്ഞെടുക്കുന്ന സമയങ്ങളിൽ വോട്ടർമാരോടും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ. അവരുന്നയിക്കുന്ന ആവശ്യം, അതിൽ തീർച്ചയായും ഒരു പരിധിവരെ ന്യായവാദങ്ങളുണ്ട്. അത് എത്രത്തോളം അതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കപ്പെടാമെന്നുള്ളത് ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത്തരം വിഷയങ്ങളിൽ ഒരു വികസനം വരുന്ന സമയത്ത് സ്വാഭാവികമായും ഏതൊരു തരത്തിലുള്ള വികസനമുണ്ട്. വികസനം എന്നതിനെ കേവലം നിർമ്മിതി എന്നതിനപ്പുറത്തേക്ക് ഒരു ജനതയുടെ ഒരു കൂട്ടം മനുഷ്യരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഏത് പദ്ധതികളെയും നമുക്ക് വികസനം എന്ന് തന്നെയാണ് വിളിക്കുക. അത് കേവലം നിർമ്മിതികൾക്കപ്പുറത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പലതരത്തിലുള്ള പദ്ധതികളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ വാക്കിലേക്ക് നമ്മൾ എത്തേണ്ടത്. അപ്പൊ അത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു വികസന പദ്ധതിയോ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു 90% വരുന്ന ഗുണഭോക്താക്കളോടൊപ്പം തന്നെ അത്തരമൊരു പ്രവൃത്തി യാഥാർത്ഥ്യമാകുമ്പോൾ അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരെ കൂടി പരിഗണിച്ചായിരിക്കണം ഏതൊരു വികസനവും എന്നുള്ളതാണ് JP ടോക്സിന് ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാട്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, കുറെ കാലങ്ങളായി ഒരു പ്രദേശത്ത് കടത്തുവഞ്ചിയെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്ത് വികസനം എന്ന് നമ്മൾ ഏറ്റവും അനിവാര്യതയായി നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് പാലം. അത്തരത്തിലുള്ള ഒരു പാലം യാഥാർത്ഥ്യമാകുമ്പോൾ സ്വാഭാവികമായും അവിടെ അത്രയും നാൾ കടത്ത് നടത്തി ഉപജീവനം നടത്തിയിരുന്ന ഒരു കുടുംബത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ പാരമ്പര്യമായി ആ ഒരു കുടുംബം ആ ഒരു കടത്തിനെ ആശ്രയിച്ചായിരിക്കും ഒരു തലമുറകളായി കടന്നു വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കുടുംബത്തിന് അവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ഒന്നായിരിക്കാം, ഒന്നിലധികം കുടുംബങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ 1, 2, 3 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് പാലം വരണ്ട എന്ന് നമുക്ക് ഒരിക്കലും ഷടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഷാഠ്യം പിടിക്കാൻ നമുക്ക് കഴിയില്ല. അത് ശരിയുമല്ല. പക്ഷേ ഒരു എല്ലാവരുടെയും ചേർന്നുള്ള ഭരണസമിതി അല്ലെങ്കിൽ എല്ലാവരെയും ചേർന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾ അവിടെ പാർശ്വവൽക്കരണം ഇല്ലാത്ത രീതിയിൽ അത് നടപ്പിലാക്കണമെങ്കിൽ സ്വാഭാവികമായും എന്തിനു വേണ്ടിയാണോ പാലം എന്ന വികസന സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്, ആ ബഹുഭൂരിപക്ഷം ജനതയുടെയും ആ ഒരു സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പാലം യാഥാർത്ഥ്യമാക്കുമ്പോൾ സ്വാഭാവികമായും ഈ തൊഴിൽ നഷ്ടപ്പെടുന്ന കുടുംബത്തിന് അല്ലെങ്കിൽ വ്യക്തിയെ കൂടി പരിഗണിക്കപ്പെടുക എന്നുള്ളത് കാലാകാലങ്ങളായി പലപ്പോഴും നമ്മൾ തുറന്നു വരാറുണ്ട്, ചിലപ്പോഴൊക്കെ അവഗണിക്കപ്പെടാറുണ്ട്. അത്തരം സമയങ്ങളിൽ പല സമരങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെ കൂടി ചേർത്ത് നിർത്തി, അവരെ കൂടി പരിഗണിച്ച് അവർക്ക് ഇനി ഒരിക്കലും ആ ഒരു തൊഴിൽ ചെയ്യാൻ കഴിയില്ല, പക്ഷെ അവരുടെ ഉപജീവനം മറ്റു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് അവിടെ ഈ പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി സാധ്യമാകുന്ന സാധ്യതകളൊക്കെ ഉണ്ട്.
ഒന്നുമില്ലെങ്കിൽ അവിടെ പാല നിർമ്മാണം കഴിഞ്ഞു വരുന്ന ഒരു പുറമ്പോക്ക് ഭൂമിയിൽ ഒരു പെട്ടിക്കടയുള്ള സൗകര്യമെങ്കിലും അയാൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മാനുഷികമായ പരിഗണനയാണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇരകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ ഇരയായി മാറുന്ന ആളുകളെ ചേർത്ത് നിർത്തേണ്ടത്. ഇവരുന്നയിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ കാര്യങ്ങളാണ്. ഇതുകൂടി പരിഹരിച്ചുകൊണ്ട് തീർച്ചയായും അവിടെ ഇത്തരത്തിലുള്ള വെൽനസ് സെന്റേഴ്സ് അവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ വാർഡുകളിലും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത് വികസനത്തിന്റെ ഭാഗമാണ്. അതൊക്കെ നടപ്പിൽ വരികയും വേണം. പക്ഷെ അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഇവർ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കുടിവെള്ളം ആണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ കുടിവെള്ളം മലീമസപ്പെടാതെ അവരുടെ സൗകര്യങ്ങളെ കുറക്കാതെ അതിനെ കൂടി പരിഹരിക്കുന്ന വിധത്തിൽ അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ആവട്ടെ വരും ദിവസങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അത് നടപ്പിലാക്കുന്നത് എന്നാണ് JP ടോക്സിന് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ 2 സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നത്. റിബൽ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ നമുക്ക് അവരുന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ് എന്ന രീതിയിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ 2 പേരെയും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നത്. അവർ വിജയിക്കുമോ, അവരെ നിങ്ങൾ വിജയിപ്പിക്കുമോ എന്നുള്ളതൊക്കെ വോട്ടർമാർക്ക് വിടുന്ന വിഷയമാണ്. അതിലേക്ക് JP ടോക്സ് കടക്കുന്നില്ല. പക്ഷേ 2 സ്ഥാനാർത്ഥികളോടും സംസാരിച്ചു കഴിയുമ്പോൾ മറ്റ് വാർഡുകളിൽ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പ്രബല സ്ഥാനാർത്ഥികളിൽ നിന്നും വിഭിന്നമായി അവർക്ക് ചില സ്വപ്നങ്ങളുണ്ട്. അവർ മുന്നോട്ട് വന്നത് ചില പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ വാർഡിന്റെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ വികസന പരിപ്രേക്ഷ്യവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില സ്വപ്നങ്ങളൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും മറ്റ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന വാർഡ് മെമ്പർമാർ, പുതുതായി രൂപീകരിക്കപ്പെടുന്ന ഭരണസമിതിയൊക്കെ ഇവർ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അവർ ഉന്നയിച്ച വിഷയങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് നിങ്ങൾക്ക് എടുക്കുകയോ അത് പരിഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ നിലവിൽ സ്ഥാനാർത്ഥിയായ ശേഷം ജനങ്ങളുമായി പങ്കുവച്ച താൻ മെമ്പറായി കഴിയുകയാണെങ്കിൽ, എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിലും 2 സ്ഥാനാർത്ഥികളും പങ്കുവച്ചിട്ടുണ്ട്. അതിൽ വളരെ മാറഞ്ചേരിയെ സംബന്ധിച്ച് വളരെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരുന്നു. അത്തരം പോയിന്റുകൾക്ക് കൂടി പരിഗണന നൽകണം എന്നാണ് പുതുതായി വരുന്ന ഭരണസമിതിയോടും വിജയിച്ചു വരാനിരിക്കുന്ന മെമ്പർമാരോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ റിബലുകൾക്കും പറയാനുണ്ട് എന്ന ഈ ഒരു അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് വാർഡുകളിലൂടെയുള്ള 22 വാർഡുകളിലൂടെയുമുള്ള സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളുമായി തുടരേണ്ടതുണ്ട്. ആ ഒരു അധ്യായത്തിൽ ഫാറൂഖുമായി തിരിച്ചെത്താമെന്ന പ്രതീക്ഷയോടെ വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.